അറിയാതെ വന്ന എല്ലാ കുറവുകളും സമേത പാപങ്ങളും മറഞ്ഞിരിക്കുന്ന കുറ്റങ്ങളെല്ലാം ഏറ്റു പറഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവാം ദൈവത്തെ ഇന്ന് പകൽ ആരാധിപ്പാൻ പരിശുദ്ധയാത്മാവേ പരിശുദ്ധയാത്മാവേ അളവില്ലാതെ നിറയണമേ പരിശുദ്ധയാത്മാവേ പരിശുദ്ധയാത്മാവേ അധികമായി നിറയണമേ. ഒരിക്കൽ കൂടെ പരിശുദ്ധയാത്മാവേ പരിശുദ്ധയാത്മാവേ അളവില്ലാതെ അളവില്ലാതെ നിറയണമേ. ഒരിക്കൽ കൂടെ പരിശുദ്ധയാത്മാവേ പരിശുദ്ധയാത്മാവേ അധികമായി നിറയണമേ. അത് മുട്ടോളം പോരായേ അരയോളം പോരായേ അത് മുട്ടോളം പോരായേ അരയോളം പോരായേ ഇന്ത്യല്ലാതെ നടപ്പാകണമേ ഇന്ത്യല്ലാതെ നടപ്പാകണമേ അളവില്ലാതെ 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 ഓ അളവില്ലാതെ ഹൃദയത്തിൽ തൊട്ട് പറഞ്ഞേ പരിശുദ്ധയാത്മാവേ പരിശുദ്ധയാത്മാവേ അളവില്ലാതെ നിറയണമേ പരിശുദ്ധയാത്മാവേ പരിശുദ്ധയാത്മാവേ അധികമായി നിറയണമേ. അത് മുട്ടോളം പോരായേ അരയോളം പോരായേ അത് മുട്ടോളം പോരായേ അരയോളം പോരായേ നിന്റെ കല്ലാതെ നടപ്പാനാകണമേ നിന്റെ കല്ലാതെ നടപ്പാനാകണമേ അളവില്ലാതെ അളവില്ലാതെ ഓ അളവില്ലാതെ 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 ഓ അളവില്ലാതെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാം ഇത് പകൽ ഞങ്ങളുടെ നടുവിൽ അങ്ങുള്ളത് കൊണ്ട് നന്ദി പറയുക. സകലതും മറന്നങ്ങെ ആരാധിപ്പാൻ ഉയരത്തിലെ ശക്തി ഞങ്ങളുടെ മേൽ പകരണം യേശുവിൻ നാമത്തിൽ തന്നെ. ഒന്ന് ജനാമ്യം പറഞ്ഞാട്ടെ, ശബ്ദ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞാട്ടെ. അടുത്തിരിക്കുന്ന ആൾക്ക് ഷേക്കാന് കൊടുത്ത് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞ് സുഖമാണോ എന്ന് ചോദിച്ചാട്ട് വിഷമിച്ചിരിക്കാതെ എന്ന് പറ. കൈ കൊടുത്തിട്ട് പറഞ്ഞ് വിഷമിച്ചിരിക്കാതെ കർത്താവെല്ലാം ചെയ്യുന്നു, കർത്താവെല്ലാം ഭംഗിയായി ബൈബിളിൽ വായിക്കുന്നുണ്ടല്ലോ, അവനെല്ലാം നന്നായി ചെയ്യുന്നു. എല്ലാം ഭംഗിയായി ചെയ്യുന്ന ഒരു ദൈവം നമ്മുടെ കർത്താവ്. സാഹചര്യങ്ങളെ നോക്കരുത്, സാഹചര്യങ്ങളെ നോക്കരുത്. നോക്കിയാൽ എല്ലാം നിനക്ക് വിരോധമാണ്. പക്ഷെ അതിൽമേൽ പ്രവർത്തിക്കുന്ന ദൈവത്തെ നോക്കണം. ഒന്നുകൂടെ പറയാം, ചെങ്കടൽ ഇളകി മറഞ്ഞു കിടക്കുക അതൊരു സാഹചര്യമാണ്, മുന്നോട്ട് പോകാൻ കഴിയാത്ത പ്രതിസന്ധിയാണ്. പ്രശ്നത്തെ നോക്കരുത്, സാഹചര്യത്തെ നോക്കരുത്, ഉയരത്തിലേക്ക് നോക്കണം. ദൈവം അത് തുറന്നു തരും. ഞാൻ വിചാരിച്ച് കുറച്ചുകൂടെ ഉറക്കെ ആമി പറയുവാൻ, കുറച്ചുകൂടെ ശബ്ദത്തോടെ ആമി പറഞ്ഞാൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കും. ഞാൻ യൂത്ത് സർവീസില് കുഞ്ഞുങ്ങൾ നന്നായി കാര്യങ്ങളെല്ലാം പെർഫോം ചെയ്യും. പ്രായമുള്ളവർക്ക് ഇടയ്ക്കിടയ്ക്ക് 5-10 മിനിറ്റ് ഒക്കെ പ്രസംഗിക്കാൻ സമയം തരാൻ നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് വരണം. എപ്പോഴാ വിളി വരുന്നതെന്ന് അറിയത്തില്ല, അതുകൊണ്ട് റെഡി ആയിട്ട് വരണം. അവർ ശുശ്രൂഷയിലേക്ക് പെട്ടെന്ന് തന്നെ യോശുവയുടെ പുസ്തകത്തിൽ ഒരു വാക്യം കർത്താവ് തന്നു, എന്റെ ജനത്തിന്റെ നിന്ന ഞാൻ ഉരുട്ടി മാറ്റും.
ഇന്നത്തെ സമയത്തിന്റെ ദൂതാണ്. ഏറ്റെടുത്ത് കണ്ണു പറയുന്നെങ്കിൽ, ശബ്ദമിടുന്നെങ്കിൽ നിന്നെ നിന്ന ഉരുട്ടി മാറ്റുന്ന ഒരു ദൈവമാണ്. ദൈവത്തെ സേവിക്കാൻ ഇറങ്ങിയിട്ട് എന്തുകൊണ്ട് സാഹചര്യം വിരോധമായി എന്ന് ചോദിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആത്മാവിൽ ഞാൻ പറയാം, നിന്ന ഉരുട്ടി മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ഒരു ഡേറ്റ് അത് ഉരുട്ടി മാറ്റാൻ കർത്താവ് എഴുതി വെച്ചിരിക്കുകയാണ്. ഇന്ന് പകൽ ആത്മാവിൽ നിറഞ്ഞ നമ്മുടെ കർത്താവിനെ ആരാധിക്കാം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം എന്ന് വന്നേക്കും. ആരാധന സ്തുതിയോടും പ്രാർത്ഥനയോടും കൂടി ആരംഭിക്കാം. ചേർന്ന് പാടി ദൈവത്തെ സ്തുതിക്കാം. കരയൊന്ന് ചേർത്തടിച്ച് ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, എന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം, എന്നും എന്നേക്കും. ഓ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, എന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം, എന്നും എന്നേക്കും. അവൻ കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചു, കാൽവരി മലയിൽ ക്രൂശിൽ മരിച്ചു. ദൈവത്തിന് സ്തോത്രം, എന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം, എന്നും എന്നേക്കും. ഓ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, എന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം, എന്നും ഭാവഭാരത്തിൽ എന്നെ രക്ഷിച്ചു, ഭാവഭാരത്തിൽ എന്നെ രക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം, എന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം, എന്നും എന്നേക്കും. ഓ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, എന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം, എന്നും എന്നേക്കും. അവൻ ആത്മശക്തിയാണ് ദൈവത്തിന് സ്തോത്രം, എന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം, എന്നും എന്നേക്കും. ഓ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഓ ലോകശൈലിയിൽ ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഓ ശാകാരത്തിന് ദൈവത്തിന് സ്തോത്രം, എന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം, എന്നും എന്നേക്കും. അവൻ ദൃഷ്ടി എന്റെ മേലെ ഇഷ്ടമനുഭവം, ദൃഷ്ടി എന്റെ മേലെ ഇഷ്ടമനുഭവം. ദൈവത്തിന് സ്തോത്രം, എന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം, എന്നും എന്നേക്കും. അവൻ ഓരോ നാളും എന്റെ ഓരോ നാളും ദൈവത്തിന് സ്തോത്രം, എന്നും എന്നേക്കും. എന്റെ ദൈവത്തിന് സ്തോത്രം, എന്നും എന്നേക്കും. ഓ ശത്രുക്കൾ മുൻപാകെ ഒരുക്കുന്ന, ശത്രുക്കൾ മുൻപാകെ ഒരുക്കുന്ന ദൈവത്തിന്
ശബ്ദം ഉയർത്തി ആർത്ത് വിളിച്ച് നന്ദിയോട് ഹല്ലേലൂയ പറഞ്ഞിട്ട് ഒരു പാട്ടൂടെ പാടാൻ പോകിയ പാട്ട് പഴയ പാട്ടാണ്. എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും ഭയമില്ലെന്ന് ഉറപ്പുള്ളൊരു ഹല്ലേലൂയ പാട്ടാണ്. വെറുതെ പറയുന്നത് കർത്താവ് എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട് എന്നോ ഇന്ന് വരെ പട്ടിണി കിട്ടിയിട്ടില്ല. ഞെരുക്കം ഉണ്ടായിട്ടില്ലേ? ഭാരം ഉണ്ടായിട്ടില്ലേ? അടുത്ത ഒരു നേരം എങ്ങനെ പറഞ്ഞു വിടണമെന്ന് അറിയാതെ നീ വെമ്പൽ കൊണ്ടില്ലേ? പക്ഷെ അന്നും നിനക്ക് വേണ്ടി കാക്കയെ കർത്താവ് അയച്ചു. ഒരു ജനത മുഴുവനും പുറപ്പെടാനുള്ള നാഴികയായിരിക്കുക. പക്ഷെ അവർ അധ്വാനിച്ചതിന്റെ കൂലി കിട്ടിയിട്ടില്ല. വർഷങ്ങളായിട്ട് അടിമ നുകത്തിൽ കിടന്ന് കഷ്ടപ്പെടുക. ദൈവം പറഞ്ഞു, മക്കളെ ഒരു കരുതൽ നിനക്കുണ്ട് കേട്ടോ. ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, ഇങ്ങോട്ട് ശ്രദ്ധ പോയി പോകരുത്. ഇങ്ങോട്ട് ശ്രദ്ധിച്ച്, കരുതൽ വെളിപ്പെടും എപ്പോൾ? നിങ്ങൾ പുറപ്പെടുമ്പോൾ, നിങ്ങൾ കാല് വയ്ക്കുമ്പോൾ, നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ, നിങ്ങൾ ചെങ്കറിൽ ഇറങ്ങാൻ തയ്യാറാകുമ്പോൾ, നിങ്ങൾ കട്ടുളക്കാലുകൾ രക്തം തളിക്കുമ്പോൾ, നിങ്ങൾ വെട്ടാക്കാതെ പുറത്തു വരുമ്പോൾ, ഇത്രയും വർഷം അധ്വാനിച്ചതിന്റെ കൂലി നിങ്ങൾക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കൂലി തരുന്ന ഒരു ദിവസം വരാൻ വേണ്ടി പോവുകയാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, അധ്വാനത്തിന് ഒത്തവണ്ണം കൂലി ലഭിക്കുന്നില്ലെങ്കിൽ അത് അനീതിയാണ്, അത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. എന്നാൽ പുറപ്പാടിന്റെ സമയമാകുമ്പോൾ ദൈവം പറഞ്ഞൊരു സന്ദേശം ഞാൻ പറയാം. നിങ്ങളുടെ അടുത്ത വീട്ടിൽ ചെന്ന് നിങ്ങൾ കൈ നീട്ടിയാൽ മതി. അവർ ആഭരണങ്ങളും നിങ്ങൾക്ക് വേണ്ടതെല്ലാം അവർ തന്ന തിടുക്കത്തോടെ നിങ്ങളെ പറഞ്ഞയക്കും. മനസ്സിലായില്ല? കുറെ ബാധ വന്നിട്ടും അവർ അനുഭവിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. വിട്ടുമാറാത്ത പല പ്രശ്നം അവരുടെ കുടുംബത്തിനകത്തുണ്ട്. ഇവരെ പെക്കോളാൻ നിർബന്ധിച്ചു പറഞ്ഞു വിടുമ്പോ കാതിലെ കുടുക്കും നാം കഴുത്തിലെ മാലയും മോതിരം സ്വർണ്ണങ്ങളും ആഭരണങ്ങളെല്ലാം ഊരിക്കൊടുത്തു പറഞ്ഞു, പോ പോ പോ, ഞങ്ങളുടെ നാട്ടിൽ നിന്ന് വെക്കോ, ഞങ്ങൾക്ക് വിടുതൽ ആവശ്യമാണ്. നീ അധ്വാനിച്ചതിന്റെ നിനക്ക് തരുന്ന ദിവസമുണ്ടെന്ന് ദൈവം ഇടപെടുകയാണ്. അത് വിശ്വസിക്കുന്നവർ രണ്ട് കൈ അടിച്ച് ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. എനിക്കായി കരുതാമെന്നുരച്ചവനെ എനിക്കൊട്ടും എനിക്ക് ഭയമില്ല. കർത്താവ് എനിക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ഈ പാട്ട് ചേർന്ന് പാടി ആത്മാവിൽ ആരാധിക്കാം. ശത്രു ഭീതി കേട്ടും ചെല്ലുന്നടിയിലും ചൂരച്ചെടി തണലതിൽ ഉറങ്ങിയിലും വന്നുണർത്തി തരും ദൂതർ കനലണകൾ നിന്ന് തൃപ്തനാക്കി. എന്ത് അർത്ഥമുള്ള പാട്ടാണ്. ചേർന്ന് പാടി ആത്മാവിൽ ദൈവത്തെ സ്തുതിക്കും.
എനിക്കായി കരുതാമൻ തുറച്ചവനെ എനിക്കൊന്നും ഭയമില്ല എനിക്കായി കരുതുവാൻ ചുമന്ന ഭാരമല്ല ശത്രുവീരി കേട്ടുതല്ലും ശത്രുവീരി കേട്ടുതല്ലും അവൻ വന്നുകൊടുത്തു
സ്തുതിക്ക് യോഗ്യൻ. ഒരു നിമിഷം കൂടെ നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കുക. കർത്താവ് നമ്മുടെ നടുവിൽ എഴുന്നള്ളി വന്നിട്ടുണ്ട്. അവൻ നമ്മുടെ നടുവിലൂടെ നടക്കുന്ന ഒച്ച എന്ന് പകൽ നാം കേട്ടുകൊണ്ടിരിക്കുക. തുടർന്നുള്ള ശുശ്രൂഷയുടെ അനുഗ്രഹത്തിന് വേണ്ടി നാം ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സാലു ബ്രദർ ഇപ്പോൾ ശബ്ദത്തിൽ പ്രാർത്ഥിക്കും. ഞങ്ങളെ സ്നേഹിക്കും ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹമായ നല്ലൊരു പകൽക്കാലത്ത് ഞങ്ങൾ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ രാത്രി ഞങ്ങൾ കിടന്നുറങ്ങിയപ്പോൾ സ്വർഗസ്ഥനായ ദൈവം ഞങ്ങളെ കണ്ടതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒന്നിച്ച് ഞങ്ങൾക്ക് ഈ മൺകൂടാരത്തിനുള്ളിൽ ഹല്ലേലൂയ ഒന്നിച്ചിരുന്ന് ദൈവത്തെ ആരാധിക്കുവാൻ കിട്ടിയ ഈ വിലയേറിയ ഭാഗ്യത്തെ ഞങ്ങൾ സ്തുതിക്കുന്നു, നാഥാ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലത്തിൽ കർത്താവേ, വന്നിരിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിലും ഹല്ലേലൂയ അനുഗ്രഹമേറിയ ഒരു നല്ല ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ കർത്താവായ യേശുക്രിസ്തുവിനെ മുന്നോട്ട് കണ്ടുപോകുവാൻ വലിയവനായ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ നിറഞ്ഞ് ഈ പകൽക്കാലത്ത് ഞങ്ങളോട് മടങ്ങി പോകുമ്പോൾ വലിയ അനുഗ്രഹം പ്രാപിക്കുവാൻ ദൈവം സഹായിക്കണം. എല്ലാ മഹത്വവും അങ്ങേക്ക് കരുതുന്നു കർത്താവേ. ഞങ്ങളുടെ മുന്നിലായിരിക്കുന്ന കർത്തൃമേശയ്ക്കായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ വിശുദ്ധ കർത്തൃദാസനെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. വന്നിരിക്കുന്ന ഓരോ അംഗത്തെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ കോയറിനെയും ടീമിനെയും ഹല്ലേലൂയ എല്ലാവരെയും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രാർത്ഥനയുടെ സ്തോത്രം വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഒന്ന് ചൊല്ലാമേ പറഞ്ഞിട്ട് എത്ര പേർക്ക് അറിയും? എനിക്കറിയില്ല. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻകാൽ. ആ പാട്ട് അറിയാവുന്ന എത്ര പേരുണ്ട്? ഓ, ഒത്തിരി പേര്, കുറച്ച് പേർ. പുതിയ ആളുകൾക്ക് അറിയത്തില്ല. ആ പാട്ട് സ്ക്രീനിലിടുമ്പോൾ നിങ്ങൾ നോക്കി പാടി ആത്മാവിൽ ദൈവത്തെ ആരാധിക്കുക. കഷ്ടതയോ ബന്ധനമോ എന്ത് വന്നാലും ഞാൻ പതറിപ്പോവുകയില്ല. ഭയപ്പെടുത്തുന്ന വിഷയങ്ങൾ വന്നാലും ഞാൻ പേടിക്കുന്നില്ല. എന്തുകൊണ്ട്? ഒരുത്തൻ എൻ്റെ കൈക്ക് പിടിച്ചിട്ടുണ്ട്. ഇവരൊക്കെ എന്ത് വിഷമിച്ചിരിക്കുന്ന താരിഖ് ദൈവം എന്ത് പറ്റി? ഇവർ ഈ സഹോദരി ഞാൻ വന്നപ്പോൾ സ്ഥിതിക്ക് എന്തോ വിഷമിച്ചിരിക്കുക. എല്ലാ ഭാരം ആർക്ക് കൊടുക്കണം? ചിലർ ഞായറാഴ്ച വന്ന ശബ്ദം കേൾക്കുന്ന അറിയാം, അവര് ഇവിടെ ഉണ്ടെന്നുള്ള ഉണ്ടായിരിക്കും അറിയാം. അവർക്ക് എന്തോ വലിയ ഭാരമുണ്ട് അല്ലെ? ചില ആഴ്ചയിൽ നമുക്ക് നല്ല മൂടാണ് ആരാധിക്കാൻ, നല്ല നിറവാണ്. ചില ആഴ്ച വരും നമ്മളിങ്ങനെ ആലോചിക്കും, ഇന്നലത്തെ കച്ചവടം ശരിയായില്ല, മുട്ടയെല്ലാം പൊട്ടിപ്പോയി അല്ലെ? ഇവിടെ ഇരിക്കുമ്പോൾ വേറെ ഒന്നും ചിന്തിക്കരുത്. കർത്താവിനെ നോക്കി സകലതും മറന്ന് ആരാധിക്കണം. എന്താ കാരണം? അടുത്ത നിമിഷം നമുക്കുള്ളതല്ല. എന്തോ പ്രതീക്ഷയോടുകൂടിയ ലക്ഷങ്ങൾ കൊടുത്ത് കുഞ്ഞുങ്ങളെ മെഡിക്കൽ കോളേജിൽ MBBS അഡ്മിഷൻ എടുത്തു വിട്ടത്, കെട്ടിപ്പിടിച്ച് ഉമ്മയും കൊടുത്ത് പെട്ടിക്കകത്ത് അച്ചാറും ഒക്കെ കൊടുത്തുവിട്ട് മക്കളെ പഠിക്കണേ പറയണ്ട. അവരും മിടുക്കര. മെഡിക്കൽ കോളേജിലൊക്കെ അഡ്മിഷൻ കിട്ടാൻ പറഞ്ഞ ചെറിയ കാര്യമൊന്നുമല്ല, പഠിക്കാൻ വിട്ടതാ. പക്ഷെ ഒരു സിനിമ കാണാൻ ഒരു ആഗ്രഹം തോന്നി. റെന്റിന് വണ്ടി എടുത്തു പോയി. എല്ലാ കൂട്ടുകാരെയും വിളിച്ചു കൂട്ടി 11 പേര് വണ്ടിക്കകത്ത്, ടവേര വണ്ടിക്കകത്ത് കയറി പുറപ്പെട്ടു. ഇവിടെ അടുത്ത് സ്ഥലത്ത് വെച്ച് എന്ത് സംഭവിച്ചു എന്നറിയില്ല. വണ്ടി വട്ടം വെട്ടിത്തിരിച്ചു. KSRTC ബസിന്റെ അടിയിൽ ഫ്രണ്ടിലോട്ട് ചെന്ന് കയറി. ദൃസാക്ഷികൾ പറഞ്ഞ 1-2 സംഭവങ്ങളൊക്കെ. ചില കുഞ്ഞുങ്ങളെ വെട്ടിപ്പൊളിച്ചെടുക്കാൻ നോക്കുമ്പോൾ അനക്കമില്ല. ചോരക്കകത്ത് മൂക്കിനകത്തൂടെയും തലയിൽ ബ്ലഡ് ഒഴുകുക. ഇടതുവശത്തിരുന്ന കുഞ്ഞുങ്ങൾ കുറച്ച് മരിച്ചു. ഇന്നലെയും തലമുടി ഭാഗത്തുള്ള കുഞ്ഞു മരിച്ചു. എന്ത് സ്വപ്നം കണ്ട പഠിക്കാൻ പറ്റാം. പക്ഷെ അപകടം മുന്നിലുണ്ടെന്ന് അറിയുന്നില്ല. ഒരു കാര്യം ഓർക്കണം, അപകടം മുന്നിൽ എപ്പോഴും ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇപ്പൊ തന്നെ ഡ്രൈവിംഗ് അലക്ഷ്യമായിട്ട് ആളുകൾ ഡ്രൈവ് ചെയ്യുന്നത്, ഒരു ശ്രദ്ധയില്ല. നമുക്ക് റോഡിൽ ഓടിക്കാൻ പോലും പേടി തോന്നുന്ന രീതിയിലാണ് വണ്ടി ഓടിച്ച ആളുകൾ വരുന്നത്. പക്ഷെ ദൈവം നിന്നെ സൂക്ഷിക്കുന്നുണ്ട്. ഉറപ്പുണ്ടോ? ദൈവം നിന്നെ പരിപാലിക്കുന്നുണ്ട്. ദൈവത്തിന്റെ കരുതൽ നിനക്കുണ്ട്. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്നുകൊണ്ട്, നമ്മുടെ മിടുക്കുകൊണ്ടോ നമ്മുടെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല ഈ ഭൂമി നാം ആയിരിക്കുന്നത്. കർത്താവ് നമ്മുടെ കരുണ കാണിക്കുന്നത് കൊണ്ടാണ്. ഈ ഗാനം ചേർത്ത് പാടി ആത്മാവിൽ നിറഞ്ഞ് സന്തോഷത്തോട് കർത്താവിനെ ആരാധിക്കാം. കാഹളനാദം കേൾക്കാറായി കുഞ്ഞാട്ടിൻ കാന്തേ. യാകുലകാലം തീരാറായി ക്രൂശിൻ സാക്ഷികളെ ആയാറിൽ കണ്ടിടും അവരുടെ നടുവിനെ യാകുലകാലം കേൾക്കാറായി യാകുലകാലം തീരാറായി ക്രൂശിൻ
ആയവരിൽ നീ കണ്ടിടും ഭൂദാസനകളെ അവരുടെ നടുവിൽ എത്തിയെ കാണാം എന്തരമോ പല ചങ്ങലയോ ഉണ്ടാകുന്നത് അതിലൊരു നാളും തളരാതെ പാർത്താനത് ഭാഗ്യം എന്തരമോ പല ചങ്ങലയോ ഉണ്ടാകുന്നത് വ്യാകുലയായവരുടെ ഇതുകളോടൊരു നാളിൽ നീ പാടിയിടും വേഗം വ്യാകുലയായവരുടെ ഇതുകളോടൊരു നാളിൽ നീ താമസമില്ല തിരുസഭയെ കാലം തീരാറായി നയിച്ചവനെ വേഗം കാണാം തേജസ്സിൽ അരുകളേറ്റം ക്ഷീണിച്ചോപ്രാവെ ലഭിച്ചവരു നാളിൽ ചൂടും പൊന്മുടിയേ ഭാഗവനാദം സാക്ഷികളെ ആയാവിന്റെ കണ്ടിടും പലവിധ മൂടക്കരിമകളായി കാർക്കുന്ന പ്രാവി വരുമേതിനുള്ള പ്രിയഗാനം ഖേദം കൃപാനായി കാർക്കുന്ന പ്രാവി വരുമേതിനുള്ള പ്രിയഗാനം ഖേദം കൃപാനായി ദൂരജനത്തിൻ നടുവിൽ നീ കാർക്കുന്ന പ്രാവി ഭൂതഗണങ്ങൾ ഒരു നാളിൽ കൂടിക്കും നിന്നെ ദൂരജനത്തിൻ ഭക്തതയോ പല പട്ടിണിയോ ഉണ്ടായിടത്തെ പ്രതിഫലമേറ്റം പെരുകിയിടും വാസികളെ ഭക്തതയോ പല പട്ടിണിയോ ഉണ്ടായിടത്തെ പ്രതിഫലമേറ്റം പെരുകിയിടും തിരുവൂലത്തിൽ കാറ്റുകളാൽ ചീടരുത് ഋഷികാരാജത്തിൽ കൂടെ കോട്ടിൽ ഉണ്ടല്ലോ തിരുവൂലത്തിൽ സാക്ഷികളെ അയാളിന്റെ കണ്ണീരും ദൂരാശകളെ അവരുടെ നടുവിലെത്തിയേ അവരുടെ നാദം Yeshua,
എല്ലാ കൈകളും എത്രത്തോളം നിങ്ങളുടെ ഷോൾഡറിന് പെയിൻ ഉണ്ടെങ്കിൽ വിശ്വാസത്തോട് കൈന്ന് പോകുന്നു. അതിൽ മറ്റൊരു കൈ പിടിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ നടുവിന് പ്രശ്നമുണ്ടെങ്കിൽ ഒരു മുറിഞ്ഞ കൈ നിങ്ങളെ തൊടാൻ പോവുകയാണ്. നിങ്ങളുടെ പിടലിക്ക് പ്രശ്നമുണ്ടെങ്കിൽ, നിങ്ങളുടെ കഴുത്തിന് പ്രശ്നമുണ്ടെങ്കിൽ ഇന്ന് കർത്താവ് തൊടാൻ പോവുകയാണ്. എന്തോ അത്ഭുത വിടുതൽ ഇപ്പോൾ ഇതിനകത്ത് കർത്താവ് ചെയ്യാൻ പോകുന്നു. ഈ സമയം രോഗശാന്തിക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന നടക്കാൻ പോവുകയാണ്. വിശ്വാസത്തോട് ഉദര സംബന്ധമായ പ്രശ്നങ്ങളുള്ളവർ ഇന്ന് പകൽ വിടുവിക്കപ്പെടാൻ വേണ്ടി പോവുകയാണ്. അസ്ഥിയോട് പോരാടുന്ന രോഗബന്ധനങ്ങൾ 10 ചൂട് നടക്കാൻ കഴിയാതെ വീണ്ടും പോകുന്നത് പോലെ രോഗക്കെട്ടുകളിൽ നമ്മൾ കഴിയാൻ പോകുന്നു. ശ്രദ്ധിക്കുക. അത്ഭുത സൗഖ്യം ഇന്ന് ഇതിനകത്ത് നടക്കും. സൗഖ്യം തരുന്നത് ഞങ്ങൾ ആരുമല്ല. സൗഖ്യം തരുന്നത് അടിപ്പിടരാൽ ഒരുവൻ കാൽവറിയിൽ വേദന സഹിച്ചത്. അവന്റെ അടിപ്പിടനുള്ള സൗഖ്യം ഇപ്പോൾ ഉൾപ്പെടുകയാണ്. സ്കിൻ പ്രോബ്ലങ്ങളിൽ നിന്ന് പകൽ ഇതിനകത്ത് സൗഖ്യം പ്രാപിക്കും. ആത്മഹത്യയുടെ ലൈവിലൂടെ കാണുന്ന ചിലരോട് കർത്താവ് പറയുന്ന ആത്മഹത്യ പ്രശ്നത്തിന് പരിഹാരമല്ല. നീ ആത്മഹത്യ ചെയ്യരുത്. നിനക്ക് ജീവൻ വന്ന ദൈവം നിന്നെ പരിപാലിപ്പാൻ ആഗ്രഹിക്കുകയാണ്. ആത്മഹത്യ സംബന്ധമായ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന വിഷയങ്ങൾ ഇന്ന് പകൽ ദൈവം നിനക്ക് വേണ്ടി കടഭാരങ്ങളെ നീക്കുന്ന ഒരു ദൈവപ്രവൃത്തി വെളിപ്പെടാൻ പോവുകയാണ്. ഈ വർഷം അവസാനിക്കും തീരും മുമ്പ് ആണ്ടിന്റെ ആരംഭം മുതൽ അവസാനം വരെ ആമേൻ യഹോവയുടെ ദൃഷ്ടി ഇരിക്കുമെന്ന് പറഞ്ഞത് സത്യമാണ്. അവൻ വാക്ക് മാറ്റുന്നവനല്ല. ഒരു പെട്ടെന്ന് ഒരു വിടുതൽ സംഭവിക്കുക. വായിക്കകത്തുണ്ടാകുന്ന വ്രണങ്ങൾ ഇപ്പോൾ യേശു സൗഖ്യമാക്കാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നോണം. വിടുതൽ ആവശ്യമുള്ളവർ ഏറ്റെടുത്ത് ദൈവത്തെ സ്തുതിച്ചോണം. നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി. യേശുവേ എന്നെ ഒന്ന് തൊടണമേ, യേശുവേ എന്നെ ഒന്ന് സൗഖ്യമാക്കണമേ. ആരോടും പറയാൻ കഴിയാതെ കൊണ്ടു നടക്കുന്ന ചില രോഗങ്ങൾ നീ അതിനെ ഭയപ്പെടുന്നുണ്ട്. ഇന്ന് പോയി ആ ഭയത്തെ ശാസിക്കുന്ന ഒരു വിടുതൽ കർത്താവ് ഇന്ന് പല നിന്റെ മേൽ അയക്കാൻ വേണ്ടി പോവുകയാണ്. എന്തോ ഇതിനകത്തേക്ക് വന്നു വീഴുന്നു. എനിക്ക് കാണാൻ ചില പുതപ്പുകൾ വന്നു വീഴുന്നു. അഭിഷേകത്തിന്റെ പുതപ്പ് വന്നു വീഴുന്നു. കർത്താവ് പറയും നഷ്ടപ്പെട്ടു പോയൊരു തുക
ഒരു പണം കൊടുത്തത് തിരിച്ചു കിട്ടുമോ എന്ന് ഭയപ്പെടുന്ന ഒരു വ്യക്തി ഇതിനകത്തിരിപ്പുണ്ട്. അത് നഷ്ടപ്പെട്ടിട്ടില്ല. ദൈവം അത് തിരിച്ചു തരാൻ പോവുകയാണ്. പെട്ടെന്ന് ചില ഫോൺ കോളുകൾ നിനക്ക് വരാൻ പോവുകയാണ്. പെട്ടെന്ന് ചില ഫോൺ സന്ദേശങ്ങൾ നിനക്ക് വരാൻ പോവുകയാണ്. യേശുദാസ പറയുന്നു, ഇതിനകത്തിരിക്കുന്ന ഒരു തലമുറയെ ദൈവം അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ഏറ്റെടുത്തോ, കൈയടിക്കണേ, കൈയടിച്ചോണം. തുള്ളി ചാടനെ, തുള്ളി ചാടിച്ചോണം. അങ്ങ് പുറകിലിരിക്കുന്ന ചിലരോട് ദൈവം പറയുന്നു, അസ്തമിച്ചില്ല കേട്ടോ, തീർന്നില്ല കേട്ടോ, അവസാനിച്ചില്ല കേട്ടോ, നിനക്ക് വേണ്ടി ദൈവം തുടങ്ങാൻ പോവുകയാണ്. ഏറ്റെടുത്ത് കൈയടിച്ച് ആത്മാവിൽ ആരാധിച്ചു. ചില ബന്ധനങ്ങൾ അഴിയുന്നുണ്ട്, ചില കെട്ടുകൾ പൊട്ടുന്നുണ്ട്. ഭയം ശക്തിപ്പെട്ട് ആരാധിച്ചു. വലിയ ദൈവശക്തി പറയുന്നു. ആത്മാവിൽ ആരാധിച്ചു. അഭിഷേകത്തെ തുറന്നവിടെ തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തി ആരാധിക്കുമ്പോൾ ആ ശക്തി നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. ആ ശക്തി സൗഖ്യം വെളിപ്പെടുകയാണ്. ഇന്ന് മുതൽ രോഗിയല്ല, രോഗം അഴിയുന്ന മറ്റുകൾ. യേശുവിന്റെ നാമത്തിൽ അത്ഭുതം അത്ഭുതം നടക്കട്ടെ. ശരീരത്തിലെ അനാവശ്യ ഗ്രോത്തുകൾ, മുഴകൾ കർത്താവ് സൗഖ്യമാക്കുന്നു. എന്തോ എനിക്കറിയത്തില്ല. ഈ ഞായറാഴ്ച സൗഖ്യത്തിന്റെ ശക്തി ഇതിനകത്ത് വെളിപ്പെട്ടു വരികയാണ്. ആ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മകളെ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കൈകളെല്ലാം ഉയർത്തിപ്പിടിച്ചു. നേരത്തെ ഉയർത്താൻ എത്രയും പറ്റുമോ അതല്ല, അതിലുപരി ഒന്നുകൂടെ ആ കൈയുടെ ഇപ്പോൾ യേശുവിന്റെ നാമത്തിൽ വിടുതൽ സംഭവിക്കും. ആ ഉയർത്തിയ കൈക്കകത്ത് ദൈവം ചില നന്മകൾ തരാൻ പോവുകയാണ്. നീ കാണുന്നില്ല, ആ കൈക്ക് മേൽ ഒരു കൈയുണ്ട്. അത് യേശുവപ്പായുടെ കൈയാണ്. ആ കൈ നിങ്ങൾ തൊടുകയാണ്. ആ കൈ നിങ്ങൾ സ്പർശിക്കുക. ചിലർക്ക് അവനെ കാണാം, ചിലർക്ക് അവരുടെ തേജസ് കാണാം. അതോ എനിക്കറിയത്തില്ല. നിന്നെ രോഗിയാക്കി കിടക്കയിലാക്കാൻ നാളുകളായി പൊരുതുക. ഇന്ന് അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുക. ഇന്ന് അതിനെ ബ്രേക്ക് ചെയ്ത് പ്രാർത്ഥിക്കുക. അടവച്ചു നിർത്തിയ ഒരു വാഹനം പോലെ, മുന്നോട്ടെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന, അടവച്ചു നിർത്തിയ ഒരു വാഹനം പോലെ, തടസ്സമിട്ട് നിൽക്കുന്ന ഒരു വാഹനം പോലെ ഇന്ന് പകൽ സ്വർഗ്ഗത്തിനെ തൊടുക. ഏറ്റെടുത്തോളം വിടുതൽ, ഏറ്റെടുത്തോളം വിടുതൽ, ഏറ്റെടുത്തോളം വിടുതൽ, ഏറ്റെടുത്തോളം. 2 ദിവസമായി ശരീരത്തിൽ അനുഭവിക്കുന്ന ചില രോഗബന്ധനങ്ങൾ ഇപ്പോൾ യേശു സൗഖ്യമാക്കാൻ പോവുകയാണ്. ഇപ്പോൾ യേശു വിടുവിക്കുന്ന കൈ ഉയർത്തി ഒന്നിച്ച് ഒരു നിമിഷം ഒന്നും ഇണ്ടാതെ നിൽക്കാൻ പറ്റുമെങ്കിൽ ആ കൈ ഒന്ന് ഉയർത്തി അപ്പന്റെ മുഖത്തേക്ക് നോക്കി. അവൻ നിന്നെ കാണുന്നുണ്ട് കേട്ടോ, അവൻ നിന്നെ കാണുന്നുണ്ട്, അവൻ നിന്നെ അറിയുന്നുണ്ട്. നീ പറഞ്ഞില്ല എന്നെ ആരും അറിയുന്നില്ല, നീ പറഞ്ഞില്ല എന്നെ ആരും കാണുന്നില്ല, അറിയാതെ നിന്റെ കണ്ണിൽ നിന്ന് വന്ന കണ്ണുനീര് കണ്ടെടുത്ത എസ്തറേ, എത്തിച്ചേർന്ന ഇടം റൈറ്റ് പ്ലേസ് ആണ്. സഹോദരങ്ങളെ, നിങ്ങൾ എത്തിയത് കറക്റ്റ് സ്ഥലത്താണ്. ഇവിടെ നിനക്ക് വേണ്ടതെല്ലാം കർത്താവ് തരും. വിശ്വസ്തത നിന്നാ മതി, സത്യസന്ധത നിന്നാ മതി. കൊട്ടാരത്തിനകത്ത് വിഭവങ്ങൾ അനുഭവിക്കുവാൻ കിട്ടുമ്പോൾ
നീ ഭക്ഷിച്ചോണം, ഉപവസിച്ചോണം, പ്രാർത്ഥിച്ചോണം. ആ കൈകൾ ഉയർത്തി കർത്താവിന് നന്ദി പറഞ്ഞു. ഒരു നിമിഷം ആ കൈകൾ ഉയർത്തി. ആരോ നിങ്ങളെ വന്ന് തൊടുന്നത് പോലെ ആരും കണ്ടു തുറക്കില്ല. കുഞ്ഞുങ്ങൾ, മക്കളെല്ലാം കണ്ണടച്ചു. യേശുപ്പായുടെ സാന്നിധ്യം ഇവിടെയുണ്ട്. ഒരു മഹത്വം ഞാൻ കാണുന്നു. എല്ലാവരും മക്കളെല്ലാവരും പ്രാർത്ഥിച്ചു. നിങ്ങൾ വന്നതിനേക്കാൾ അനുഗ്രഹത്തോടെ ഒരു സങ്കടം നിനക്കുണ്ടല്ലേ? ആരോടും പറയാതെ നീ കൊണ്ടു നടക്കുന്ന ഒരു സങ്കടം കർത്താവ് കണ്ടു. ഇപ്പോ വലിയ ഭാരം ഇറങ്ങി മാറുന്നത്. ദൈവമേ, ഞങ്ങൾ തിരുസന്നിധിയിൽ തിരുപ്പാദപീഠം തേടി എടുത്തു വരികയാണ്. അങ്ങ് മഹോന്നതനാണ്, അങ്ങ് മഹത്വപൂർണ്ണനാണ്. ഒന്നിനും കൊള്ളാതെ പുറപ്പറപ്പിക്കണമെന്ന് ഞങ്ങളെ തെരഞ്ഞെടുത്തല്ലോ. ആ തെരഞ്ഞെടുപ്പിന് നന്ദി. സകലതും മറന്ന് ആരാധിപ്പാർന്ന കൃപയ്ക്കാണ് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ നമുക്കെല്ലാവരും കൂടെ ചേർന്ന് 95-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി കർത്താവിനെ ആരാധിക്കാം. 95-ാം സങ്കീർത്തനം വാക്യപ്രതിവാക്യമായി പാടി കർത്താവിനെ സ്തുതിക്കാം. വരുവിൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഘോഷിക്കാം, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. യഹോവ മഹാദൈവമല്ലോ, അവൻ സകല ദേവന്മാർക്കും ഇതേ മഹാരാജാവ് തന്നെ. സമുദ്രം അവനുള്ളത്, അവൻ അതിനെ ഉണ്ടാക്കി, കരയെ അവന്റെ കൈകൾ മനഞ്ഞിരിക്കുന്നു. അവൻ നമ്മുടെ ദൈവമാകുന്നു, നാമോ അവൻ മേയ്ക്കുന്ന ജനവും അവന്റെ കൈക്കിലെ ആടുകളും തന്നെ. അവിടെ വെച്ച് നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ പരീക്ഷിച്ചു, എന്റെ പ്രവൃത്തി അവർ കണ്ടിട്ടും എന്നെ ശോധന ചെയ്തു. അടുത്ത വാക്യം ചേർന്ന് വായിക്കാം. ആ വാക്യം ഒന്നുകൂടെ വായിച്ചിട്ട് നമ്മുടെ കൈ ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യുക. നമ്മുടെ കർത്താവ് ആരാധനയ്ക്ക് യോഗ്യനാകിയ സ്തോത്രം ചെയ്യുക. അവൻ നമ്മെ പാപത്തിൽ നിന്ന് വിട്ടെടുത്തുകൊണ്ട് സ്തോത്രം ചെയ്യുക. അവന്റെ മഹിമാധിക്യത്തിന് തക്കവണ്ണം സ്തോത്രം ചെയ്യുക. തകർത്തിടി മുഴക്കം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, ആ പുരുഷാരത്തിന്റെ ഘോഷം പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്, വൈദികന്മാർ വീണ വീട്ടുന്നത് പോലെ സ്വർഗത്തിൽ ഞാൻ പിന്നെയും കേട്ടത്. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ശബ്ദം ഉയർത്തി സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. ഈ സ്വർഗ്ഗസ്ഥ പിതാവ് എന്ന് ഞങ്ങളുടെ നടുവിലുള്ളത് ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ നടുവിലൂടെ നടക്കുന്ന ഒച്ച ഞങ്ങൾ കേൾക്കുന്നു. കൈനീട്ടി ഞങ്ങളെ തൊടണമേ. ഞങ്ങളുടെ കൂട്ടത്തിൽ ബലഹീനരുണ്ട്, രോഗികളുണ്ട്. അങ്ങവരെ തൊട്ടത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ പ്രാർത്ഥനയോടെ എല്ലാവർക്കും ദൈവത്തിന്റെ സന്നിധിയിലായിരിക്കുക. സത്യത്തിലും ആത്മാവിലും ദൈവത്തെ ആരാധിപ്പാൻ ദൈവം കൂട്ടിവരുത്തിയ ദൈവജനത്തിനായി നന്ദി പറയുക. വളരെ പ്രാർത്ഥനയോടിരിക്കണം. നിങ്ങളുടെ മൊബൈലൊക്കെ സ്വിച്ച് ഓഫ് ചെയ്യുമോ, സൈലന്റ് ആക്കുകയും ചെയ്യണം. മൊബൈല് കയ്യിലിരിക്കുമ്പോൾ അറിയാതെ ഒന്ന് തുറന്നു നോക്കും. കർത്താവ് വല്ല മെസ്സേജ് ഇട്ടിട്ടുണ്ടോ, ആരെങ്കിലും അക്കൗണ്ടിൽ ക്യാഷ് തെറ്റിച്ച് ഇട്ടിട്ടുണ്ടോ നോക്കാനൊരു പരിശോധന ഉണ്ടാകും. അതുകൊണ്ട് മൊബൈൽ സ്വിച്ച് ഓഫ് ചെയ്യുകയോ സൈലന്റ് ആക്കുകയോ അത് മാറ്റി ഒന്ന് വെച്ചേക്കണം. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഒരു അസാധാരണ ദിവസമായിരുന്നു. ചില ആളുകൾക്ക് വളരെ ഭാരത്തോടെ വന്ന്, പക്ഷെ ആരാധനയുടെ നടുവിൽ വെളിപ്പെട്ട ദൈവശക്തി അവരുടെ ഭാരങ്ങൾ ദൈവം ഇറക്കി മാറ്റി. പണ്ട് ഉള്ള ആളുകൾക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം, ചുമടുതാങ്ങി എന്ന് പറഞ്ഞൊരു സാധനം. എന്താണ് ചുമടുതാങ്ങി? എന്തിനാണെന്നറിയാമോ? കാളവണ്ടി യുഗത്തിന്റെ കാലഘട്ടങ്ങളിൽ തുടങ്ങിയതാണ് ഈ ചുമടുതാങ്ങി. ചെങ്ങന്നൂർ ഭാഗത്ത് തോലശ്ശേരിയിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ചുമടുമായി വരുന്ന ആളുകൾ, ബസ്സിൽ സർവീസ് കുറവാണ്, യാത്രാ സൗകര്യങ്ങൾ കുറവാണ്. വലിയ കെട്ടുമായിട്ട് തലയിൽ വെച്ചുകൊണ്ട് വരുന്ന ആളുകളെ ഈ ചുമടൊന്ന് ഇറക്കി താഴെ വെച്ചാൽ, താഴെ അഥവാ വെച്ചാൽ പിന്നെ പൊക്കിത്തരാൻ ആളില്ല. ആളില്ലാത്ത സ്ഥലത്തൂടെ യാത്ര ചെയ്യുമ്പോൾ
ഗവൺമെന്റ് സ്ഥാപിച്ചിരിക്കുന്ന, പഞ്ചായത്ത് സ്ഥാപിച്ചിരിക്കുന്ന 2 കാൽ നാട്ടിയിട്ട് അതിന് മേളിലൊരു വലിയ കല്ല് പിടിച്ചു വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഹൈറ്റിന്റെ അനുസരിച്ചാണ് കല്ല്. ദൈവത്തിന് സ്തോത്രം. ആ കല്ലിലോട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ തലതിക്കുന്ന ഭാരം ഇറക്കി വെക്കാൻ പറ്റും. തലയിലോട്ട് ഇറക്കി വെക്കുന്ന ഭാരം ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ, കുറച്ച് കഴിയുമ്പോൾ വീണ്ടും എടുത്തോണ്ട് പോകും. ഇന്ന് പകൽ ആരാധനയ്ക്ക് വന്നവരോട് കർത്താവ് പറയുകയാണ്, നിങ്ങൾ ഇറക്കി വെച്ച ഭാരം തിരിച്ചെന്ത് ചെയ്യരുത്, കൊണ്ടുപോയത്. 95-ാം സങ്കീർത്തനത്തില് വായിക്കുന്ന വരുവീൻ നാം യഹോവയ്ക്ക്. എന്തിനാ ഇന്ന് പകൽ സഭാഗത്തിന് വന്നത്? പാസ്റ്റർ ഇത് കഴിഞ്ഞ ഉടനെ വിളിക്കും. നമ്മുടെ ഒരു ചെറിയ ചർച്ച, വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയ ചർച്ച, വന്നില്ലെങ്കിൽ ഉടനെ വിളിക്കുന്നു. പേടിച്ചു വന്നതാണോ? അല്ല. നമ്മൾ ഇന്ന് വന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തിന് ഘോഷിപ്പാൻ, ആരാധിക്കാൻ വന്നതാണ്. ആരാധന സെലിബ്രേഷൻ ആണ്. ആരാധന ദൈവത്തിന് മഹത്വം കൊടുക്കുന്നതാണ്. പലപ്പോഴും നമുക്കൊക്കെ സംഭവിക്കുന്ന മൂഡ് അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ? ആരാധിക്കത്തുള്ളൂ. ഇന്ന് ആരാധിക്കാൻ ഒരു മൂഡില്ല. ഞാൻ ചോദിക്കട്ടെ, കർത്താവ് 2-3 ആഴ്ചത്തേക്ക് എനിക്ക് തന്നെ സഹായിക്കാൻ മൂഡില്ലെന്ന് പറഞ്ഞാൽ പണി പറ്റിയില്ലേ? ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അവൻ മൂഡില്ലെങ്കിലും സ്തോത്രം പറഞ്ഞോണം. അല്പസമയം ഒന്ന് സ്തോത്രം പറഞ്ഞ് തുടങ്ങിയാൽ മതി. കർത്താവ് അഭിഷേകത്തെ നിന്നെ ബലപ്പെടുത്തും. രണ്ടാമത്തെ ഒരു വിഷയമാണ്, ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മുടെ ചിന്തകളെല്ലാം പതറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിന്ത വിട്ടുപോകരുത്. ക്രിസ്തുവിലായിരിക്കണം നിങ്ങളുടെ ചിന്തകൾ മുഴുവനും. അപ്പോൾ ഇന്ന് പകൽ ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. വന്നപ്പോൾ മുതൽ പാട്ടിലൂടെ, ചെറിയ ചെറിയ സന്ദേശങ്ങളിലൂടെ, കുഞ്ഞുങ്ങള് യൂത്ത് സർവീസ് നടത്തിയപ്പോൾ അതിലൂടെ ഒക്കെ ദൈവം നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദൈവം മൗനമായിരിക്കുന്നവനല്ല, ദൈവം സംസാരിക്കുന്നവനാണ്. ഒരാമി പറഞ്ഞാട്ട്, ചില ആളുകൾ മിണ്ടാതിരിക്കുന്ന പോലെ അല്ല ദൈവം ഇരിക്കുന്നത്, ദൈവം മിണ്ടിക്കൊണ്ടിരിക്കുന്നവനാണ്. ഇന്ന് പകൽ നീ മിണ്ടിയാൽ അവൻ നിന്നോട് മിണ്ടും. അവൻ നീ മിണ്ടിയില്ലെങ്കിലും നിന്നോട് മിണ്ടാൻ അവൻ വിശ്വസ്തനാണ്. നിനക്ക് വേണ്ടിയുള്ളതൊക്കെ അവൻ ക്രമീകരിച്ചിട്ടുണ്ട്. സന്തോഷത്തോടെ ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ആരംഭ സമയത്ത് ഓർപ്പിച്ച പോലെ നിന്ദകൾ ഉരുളു മാറുന്ന ഒരു പകലാണ്. നിന്ദകൾ ഉരുണ്ടു മാറുന്ന, നിന്റെ കുടുംബത്തിനെതിരെ ശത്രു ഉരുട്ടി വെച്ച നിന്ദയുടെ കല്ലുകൾ ഉരുട്ടി മാറ്റുന്ന ഒരു പകലാക്കി ദൈവം മാറ്റട്ടെ. ഞാൻ വിഷയത്തിലേക്ക് വരിക. നമ്മൾ തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്ന യാക്കോബിന്റെ ചരിത്ര ഭാഗങ്ങളാണ്. 2 ആഴ്ചയായിട്ട് ബ്രേക്ക് ആയി പോയി. നമ്മൾ അത് കണ്ടിന്യൂ ചെയ്യുകയാണ്. എവിടെ തുടങ്ങി? യാക്കോബിന്റെ ജനനം മുതൽ ഇപ്പോൾ യാക്കോബ് എവിടെയായിരിക്കുന്നു? ഓർമ്മയിൽ ഒരു പറഞ്ഞാട്ടെ, ഞാൻ എവിടെയാണ് അവസാനിപ്പിച്ചതെന്ന് ഓർക്കുന്നു. പെട്ടെന്ന് ഓർത്തു നോക്കി. നിങ്ങൾ ഓർക്കാത്തത് കൊണ്ട് ഞങ്ങൾക്ക് വീണ്ടും പ്രസംഗിക്കാൻ പറ്റുന്നത് കൊണ്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുക. എവിടെയാണ് എത്തിയത്? ലൂസൊക്കെ പോയി. ലൂസിന്നൊക്കെ ലാബാന്റെ വീട്ടിൽ ചെന്നു. 2 കല്യാണം കഴിഞ്ഞു. പിന്നെ തിരിച്ച് ഇറങ്ങി. റാഹേൽ വഴി വെച്ച് മരിക്കാനുള്ള കാര്യം ഞാൻ ഓർപ്പിച്ചു അല്ലേ? അപ്പന്റെ ഗ്രഹബിംബം എടുത്തുകൊണ്ടിരുന്നു. അവൾ മരിക്കാനുള്ള കാരണം അവൾ വ്യാജം കള്ളം പറഞ്ഞതുകൊണ്ട് ബ്ലീഡിങ്ങിലൂടെയാണ് അവൾ മരിച്ചത്. ഞാൻ ആ കാര്യമൊക്കെ ഓർപ്പിച്ചു. ലാബാൻ തേടി വന്നു. ലാബാന് ജീവിതത്തിൽ ഒരു വലിയ നഷ്ടം ഉണ്ടാകാൻ പോവുകയാണ്. തന്റെ വീട്ടിൽ ലാഭം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനായിരുന്നു ആര്? ലാബാൻ. യാക്കോബ് ലാഭം ഉണ്ടാക്കുന്നവനായിരുന്നു. ആ ഭാവമൊക്കെ നമ്മൾ പഠിച്ചു. ഇപ്പൊ ലാഭമെല്ലാം നഷ്ടപ്പെട്ടു. ഉള്ള അനുഗ്രഹം കൊണ്ട് ആര് പോയി? അനുഗ്രഹം മാത്രമല്ല, തന്റെ വീടിന്റെ ഗ്രഹബിംബം കൂടെ അടിച്ചുകൊണ്ട് പോയി. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ബൈബിൾ വായിച്ചാൽ പിന്നെ അത് എവിടെയാണ്, ആരുടെ കയ്യിലാണ്, എങ്ങനെയെന്നൊന്നും എഴുതിയിട്ടില്ല. പക്ഷെ ഒട്ടക കോപ്പിന്റെ അകത്തിട്ടിട്ട് അതിന്റെ പുറത്തു കയറി റാഹേൽ ഇരുന്നു. അപ്പം വന്നപ്പോൾ എഴുന്നേൽക്കാൻ കഴിയാതെ കാര്യങ്ങൾ പറഞ്ഞു. അവിടെ കൊണ്ട് അവസാനിച്ചില്ല. പിന്നെ ആ ഗ്രഹബിംബത്തെ കുറിച്ച് ബൈബിളിലെങ്ങും എഴുതിയിട്ട് എനിക്ക് തോന്നുന്നു യാക്കോബ് ആ സാധനം തല്ലിപ്പൊട്ടിച്ച് ദൂരെ കളഞ്ഞു കാണും. അപ്പന്റെ ഗ്രഹബിംബം, ഈ ഒറ്റ സാധനം കൊണ്ടാണ് എന്റെ ഭാര്യ ഞാൻ ഇഷ്ടപ്പെട്ട റാഹേൽ. എപ്പോഴും ഓർക്കണം, നിന്നേക്കാൾ ഉപരി, ദൈവത്തെക്കാൾ ഉപരി എന്തെങ്കിലും നീ സ്നേഹിക്കുന്നെങ്കിൽ അത് വഴി വെച്ച് നഷ്ടപ്പെട്ടു പോകും. കേട്ടവർ മാത്രം രാമ്യം പറഞ്ഞാട്ടെ. ദൈവത്തെക്കാൾ ഉപരി ഒന്നിനെയും സ്നേഹിക്കരുത്. ദൈവം നമ്മുടെ മക്കളാകാം, വീടാകാം, സമ്പത്താകാം, ഒന്നിനെ അധികം സ്നേഹിക്കരുത്. 2 വ്യാജം പറഞ്ഞ്, കള്ളം പറഞ്ഞ് ഒന്നും നിന്റെ വീടിനകത്ത് കൊണ്ടുവരാൻ അനുവദിക്കരുത്. എന്തുകൊണ്ട്? നമ്മുടെ ദൈവ ഹൃദയങ്ങളെയും ആന്തരേന്ദ്രിയങ്ങളെയും ശോധന ചെയ്യുന്ന ദൈവമാണ്. പണ്ട് പ്രസംഗിക്കാൻ പോയ അഭിഷേകത്തിനെ കുറിച്ച് കേട്ടിട്ടുണ്ട്. പ്രസംഗിക്കാൻ അദ്ദേഹം പോയി. കഷ്ടപ്പെട്ട് വെച്ച വാഴയായിരുന്നു പാസ്റ്ററെ. വാഴക്കൊല വളർന്നു, അത് വിളഞ്ഞു. ആരോ കള്ളൻ അത് വെട്ടിക്കൊണ്ടുപോയി. ദൈവദാസന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല. വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പ്രസംഗിക്കാൻ പോയതാ. ഗബ്രിയേല്, മീഖായേല് നിങ്ങളെ ഏൽപ്പിച്ചിട്ടാ ഞാൻ പോയത്. നേരം വെളുക്കും മുമ്പ് എന്റെ വീട്ടിൽ ഏത്തക്കൊല വന്നിരിക്കണം. ഇത് ഞാൻ പറയുന്ന കള്ളമല്ല.
മത്തായി ഉപദേശി അതിന് ഉറക്കത്തില്ല. ആരാണ്? ദൈവദാസൻ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ച് കിടന്ന് അദ്ദേഹം ഉറങ്ങി. നേരം വെളുത്തപ്പോൾ ഒരുത്തൻ വിറച്ചുകൊണ്ട് വാഴക്കൊലയും കൊണ്ട് വീടിന്റെ മുമ്പ് നിൽക്കുക. അയാൾ പറഞ്ഞു, ഇന്നലെ രാത്രി എനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞില്ല, എന്തൊക്കെ അസ്വസ്ഥതകൾ ഉണ്ടായി, ഞാൻ എന്റെ പട്ടിണിക്ക് വേണ്ടി വെട്ടിക്കൊണ്ടുപോയതാണ്. ആ ദൈവദാസൻ തലേ കൈവച്ച് അനുഗ്രഹിച്ചു, നീ അത് കൊണ്ടുപോക്കോടാന്ന് പറഞ്ഞു. ഞാൻ വെറുതെ പറഞ്ഞതല്ല, നിനക്കുള്ളതെല്ലാം സംരക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ് ആരാധിക്കുന്നത്. നിനക്കുള്ളതെല്ലാം കാവലിടുന്ന ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ ഈ ദൈവത്തെ ആരാധിച്ചത്. നിന്റെ കൂട്ടത്തിൽ നിനക്ക് ഇഷ്ടമില്ലാത്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത ഒരു ഗ്രഹബിംബം ഉണ്ടായിരുന്നില്ലേ, അത് നീ കളഞ്ഞതാണ് നിനക്ക് വിടുതലായി മാറിയത്. ദൈവത്തെ നമുക്ക് പുറപ്പാട് വായിക്കുന്ന നെഹുഷ്ടാൻ എന്ന് പറയുന്ന ഒരു പാമ്പിനെ കുറിച്ച് അല്ലെ. ദൈവമക്കളെ ഇസ്രായേലിൽ നിന്ന് വരുമ്പോൾ അവരെ പാമ്പ് കടിക്കുമ്പോൾ, അഗ്നിസർപ്പം കടിക്കുമ്പോൾ പിച്ചള സർപ്പത്തെ നോക്കണം. അതിനെ എടുത്തുകൊണ്ട് ഒരുത്തൻ കൊണ്ടുപോയി അതിനെ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. നെഹുഷ്ടാൻ എന്ന് പേര് വിട്ടു. വിടുതലിന് വേണ്ടി തരുന്ന വസ്തുവിനെ ആരാധന വസ്തുവാക്കി മാറ്റരുത്. കേട്ടില്ല. വിടുതലിന് തരുന്ന ഒരു സാധനത്തെയും ആരാധന വസ്തുവാക്കി മാറ്റരുത്. അത് തന്ന ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. നിനക്ക് ജോലി കിട്ടിയെങ്കിൽ ആ ജോലിയെ നീ ആരാധനയെ കാണരുത്. സഭായോഗം ഉഴപ്പി, യോഗങ്ങൾ ഉഴപ്പി നീ അതിനകത്ത് ഒതുങ്ങിപ്പോകരുത്. മിച്ചം കിട്ടത്തില്ല. ആരാധനയാണ് വലുതെന്ന് തിരിച്ചറിഞ്ഞ്, ദൈവമഹത്വമാണെന്ന് വലുതെന്ന് തിരിച്ചറിഞ്ഞ് അതിനുവേണ്ടി നീ വിലമെടുക്കുമ്പോൾ നിനക്കൊരു വില ദൈവം തന്നിരിക്കും. അങ്ങനെ യാക്കോബും ലാബാനും തമ്മിലുണ്ടായ ഒരു സംഭാഷണമാണ് ഇവിടെ വായിക്കാൻ പോകുന്നത്. 31-ാം അധ്യായത്തിന്റെ ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം പെട്ടെന്ന് വായിക്കാം. യാക്കോബ് ലാബാനോട് സംസാരിക്കുന്ന ഒരു സങ്കട വാക്കുകളാണ്. എല്ലാവരും ബൈബിൾ തുറന്നാട്ട്, ഇല്ലെങ്കിൽ സ്ക്രീനിലേക്ക് നോക്കുക. ഉൽപ്പത്തി പുസ്തകം 31-ാം അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യം മുതൽ വേഗത്തിൽ. യാക്കോബ് അമ്മായപ്പനായ ലാബാനോട് പറയുകയാണ്, ദുഷ്ടമൃഗം കടിച്ചു കീറിയതിനെ നിന്റെ അടുക്കൽ കൊണ്ടുവരാം. വന്നാൽ ചോദിക്കും, ഈ ആടിനെ, ഈ മുറിവ് എങ്ങനെ സംഭവിച്ചു? ഈ മുറിവേറ്റിരിക്കുന്ന ആടിന് ഉത്തരവാദിത്വം നിനക്കാണ്. യാക്കോബിനെ ഷൗട്ട് ചെയ്യും, യാക്കോബിനോട് ചൂടാകും, യാക്കോബിനെ ശാസിക്കും. അതുകൊണ്ട് യാക്കോബ് ഒന്നിനും മുറിവ് വരുത്താതെ സംരക്ഷിക്കുക. ചേർന്നൊരു അമ്മി പറഞ്ഞിട്ട് ശ്രദ്ധിച്ചു കേൾക്കണം. 2 യാക്കോബിന്റെ വാക്ക് നോക്കിക്കേ. അടുത്ത് അത് വായിച്ചല്ലോ. അടുത്തത് പകൽ കളവ് പോയതിനെയും രാത്രി കളവ് പോയതിനെയും നോക്ക്. 20 വർഷം ഈ ചെറുക്കം പറയുക, എന്നെ കഷ്ടപ്പെടുത്തിയില്ലേ? പകല് കളവ് പോയതിനും രാത്രി മോഷണം പോയതിനും ഒക്കെ നീ എന്നോട് ചോദിച്ചില്ലേ? ഓരോ ദിവസം നിന്റെ ആടിനെ നീ എണ്ണിയില്ലേ? ഒരെണ്ണം കുറഞ്ഞാൽ അതിന്റെ കാശ് ഞാൻ നിനക്ക് തന്നില്ലേ? നോക്ക്, അമ്മായിയപ്പൻ കണക്ക് കുറഞ്ഞ് കാശ് വാങ്ങിക്കുന്നവനാണ്. കേട്ടില്ല ആരും? അടുത്ത വാക്യം വായിച്ചേ. പകൽ വെയിൽ കൊണ്ടും രാത്രി ശീലം കൊണ്ടും ഞാൻ ക്ഷയിച്ചു. ശാരീരികമായ ബലഹീനത എനിക്കുണ്ടായി. ആരോട് പറയാം? അമ്മയോട് പറയാം, അപ്പനോട് പറയാം. തന്റെ ഭാര്യയോട് പറഞ്ഞിട്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? ലാബാൻ യാക്കോബിനെ ചൂഷണം ചെയ്യുകയായിരുന്നു 20 വർഷം. എന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചൂഷണം ചെയ്യലിന്റെ അവസ്ഥയിലൂടെ കടന്നുപോയി ഞാൻ ഓർക്കുകയാണ്. പകലും രാത്രിയുമില്ലാതെ ഓടി. ദൈവത്തിന് വേണ്ടിയാണ്, ദൈവമഹത്വത്തിന് വേണ്ടിയാണ്. പ്രതിഫലം നോക്കാതെ ഓടി അധ്വാനിച്ചു. പക്ഷെ ദൈവം കൈവിട്ടില്ല. ദൈവം എന്നെ ചേർത്ത് നിർത്തി. ദൈവത്തിന് സ്തോത്രം. ആരെങ്കിലും നിന്നെ ചൂഷണം ചെയ്യുന്നെങ്കിൽ, ഏതെങ്കിലും വ്യക്തികൾ നിന്നെ ചൂഷണം ചെയ്യുന്നെങ്കിൽ നീ അതിന് വിധേയപ്പെടരുത്. നിനക്കൊരു പുറപ്പാട് കർത്താവ് തരാൻ പോവുകയാണ്. യാക്കോബിന്റെ നിന്ന ഉരുട്ടിക്കളഞ്ഞൊരു ദൈവം ഇവിടെ ഇടപെടുകയാണ്. അടുത്ത വാക്കുകൾ ഓടിച്ചു വായിച്ചാൽ ഇങ്ങനെയായിരുന്നു എന്റെ വസ്തുത. ഈ 20 സംവത്സരം ഈ 20 സംവത്സരം ഞാൻ നിന്റെ വീട്ടിൽ. അടുത്ത് നോക്കിക്കേ. 14 വർഷം നിന്റെ 2 പുത്രിമാർക്കായിട്ട്. എത്രയാണ്? 7 ആദ്യത്തെ ഭാര്യയ്ക്ക് വേണ്ടി 7 വർഷം, രണ്ടാമത്തെ ഭാര്യയ്ക്ക് വേണ്ടി 7 വർഷം, 14 വർഷം. അടുത്ത് 6 സംവത്സരം നിന്റെ ആട്ടിൻകൂട്ടത്തിന് വേണ്ടി ഞാൻ ഇവിടെ നിനക്ക് വേണ്ടി നിന്നു. അടുത്ത വാക്യം. ആ വാക്യം നിങ്ങൾ കണ്ടോ? പേന കൊണ്ട് അണ്ടർലൈൻ ചെയ്തോളാം. കൗണ്ട് ചെയ്തു യാക്കോബ്. അന്ന് മൊബൈലില്ല സൂക്ഷിക്കാൻ, അന്ന് ഐപാഡൊന്നും ഇല്ല, അന്ന് നോട്ട്ബുക്ക് ഒന്നും എഴുതി വെക്കാൻ. എണ്ണി 10 പ്രാവശ്യം യാക്കോബിന്റെ നന്മ ലാബാൻ ചൂഷണം ചെയ്തു. 8 9 എന്നൊക്കെ പറയാം. കറക്റ്റ് അവൻ പറഞ്ഞു, 20 വർഷം നീ എന്നെ കൂട്ടിയിട്ട് ഇവിടെ
നിന്റെ 2 മക്കളെ ഞാൻ വിവാഹം കഴിക്കേണ്ടി വന്നു. 6 വർഷം മാടിനു വേണ്ടി ഞാൻ കഷ്ടപ്പെട്ടു. ഒരു പ്രതിഫലവും ഇല്ലായിരുന്നു. ഇനി അടുത്ത വാക്യമാണ് ശ്രദ്ധിക്കേണ്ടത്. അടുത്ത വാക്യം വായിച്ചേ. എന്റെ പിതാവിന്റെ ദൈവമായവൻ, അബ്രഹാമിന്റെ ദൈവവും ഇസ്ഹാക്കിന്റെ ദൈവമായവൻ എനിക്കില്ലായിരുന്നു എങ്കിൽ നീ ഇപ്പോൾ എന്നെ, ഞാൻ വന്നപ്പോൾ ഒരു വടിയോടുകൂടി പുറപ്പെട്ടു വന്നു, ഇപ്പൊ ഞാൻ 2 കൂട്ടമായി. ഇതിനിടയ്ക്ക് ഞാൻ അനുഗ്രഹിക്കപ്പെടാനുള്ള കാരണം സ്വർഗത്തിലെ ദൈവമാണ്. ആർക്ക് എത്ര പേർക്ക് ആമേൻ ഉറക്കെ പറയാൻ പറ്റും? നിങ്ങളുടെ അവസ്ഥയൊന്ന് നോക്ക് 10 വർഷം 15 വർഷം മുമ്പുണ്ടായിരുന്ന സ്ഥിതി അല്ല ഇപ്പൊ ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. യാക്കോബ് പറഞ്ഞൊരു വാക്കാണ് എന്നെ സ്ട്രൈക്ക് ചെയ്തത്. എന്താണ്? എന്റെ ദൈവം എന്നോട് കൂടെ ഇല്ലായിരുന്നെങ്കിൽ നീ എന്നെ വെറും കൈയോടെ അയച്ചേനെ. ഭാര്യമാരെ പിടിച്ചു വെച്ച്, മക്കളെ പിടിച്ചു വെച്ചിട്ട് തിരിച്ചു പോടാ എന്ന് പറഞ്ഞ് തിരിച്ചയച്ചേനെ. പക്ഷെ എനിക്കും നിനക്കും മധ്യേ ഇന്നലെ രാത്രി ദൈവം ന്യായം വിധിച്ചു കഴിഞ്ഞു. ഇതാണ് യാക്കോബിന്റെ സാക്ഷ്യം. ഞാൻ ആ ഭാഗമൊക്കെ വായിച്ചപ്പോൾ കരഞ്ഞിട്ടുണ്ട്. ആ കൊച്ചിയർക്കന്റെ ആ സങ്കടം, ആ വേദന ഞാൻ എന്റെ കണ്ണിൽ വന്നു. ഞാൻ പറഞ്ഞ സാക്ഷ്യം കേട്ടല്ലോ. പകല് വെയിൽ കൊണ്ടും രാത്രിയിൽ മഞ്ഞുകൊണ്ടും കഷ്ടപ്പെട്ടൊരു ചെറുപ്പക്കാരൻ, ഒന്നും കിട്ടാതെ കർത്താവ് പറയുന്ന ദൂത് കേട്ടു. ഇത് ശ്രദ്ധിച്ചോണം. ഈ ദൂത് ചാടി പിടിക്കാൻ ഇഷ്ടം പിടിച്ചോണം. നിന്റെ കഷ്ടതയുടെ എക്സ്പയറി ഇന്ന് പകൽ കർത്താവ് തീർക്കട്ടെ. ഇതൊരു ദൂതാണ്. വലഞ്ഞു ചേറ്റിക്കിടന്ന് കഷ്ടപ്പെട്ടു ഒരു വിധത്തിലും കരകയറാൻ കഴിയാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽ അത് ബ്രേക്ക് ചെയ്യുക. ഒരു പുതിയ വഴി ഇതിനകത്തിരിക്കുന്ന ചിലർക്ക് വേണ്ടി കർത്താവ് തുറക്കാൻ വേണ്ടി പോവുകയാണ്. ഇതുവരെ നീ സഞ്ചരിച്ചിട്ടില്ലാത്തൊരു വഴിയിലൂടെ ദൈവം നിന്നെ വിടാൻ പോവുക. അത് വിശ്വസിക്കുന്നത് മാത്രം 2 കൈ പഠിച്ച് ഒന്ന് ദൈവത്തെ സ്തുതിച്ചാട്ട് ആ ഭാഗം അവിടെ കഴിഞ്ഞിരിക്കട്ടെ. അവിടെ വെച്ച് കല്ല് കൂട്ടി 2 പേരും ഭക്ഷണം കഴിച്ചു. അമ്മായിപ്പൻ ലാബാൻ യാക്കോബിനെ എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്ത് പിരിഞ്ഞു. റാഹേലിനെ കെട്ടിപ്പിടിച്ചു, ലേയെ കെട്ടിപ്പിടിച്ചു. അവിടെ വെച്ച് ജനിച്ച ആദ്യജാതം തൊട്ട് രൂപയും തൊട്ടുള്ള മക്കളെ എല്ലാം കൂടെ എന്ത് ചെയ്തു? കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചു. ആമ വല്യപ്പച്ചന്റെ ഉമ്മയും വാങ്ങിച്ചുകൊണ്ട്, അപ്പന്റെ ഉമ്മയും വാങ്ങിച്ചുകൊണ്ട് മക്കളും കൊച്ചുമക്കളെല്ലാം യാത്ര പുറപ്പെടുക. പിന്നെയും ദൂരെ യാത്ര ചെയ്യണ്ടേ. അടുത്ത യാക്കോബിന്റെ ജീവിതത്തിൽ മുന്നിൽ ഒരു പ്രതിസന്ധി വരാൻ പോവുകയാണ്. വായിക്കപ്പെട്ടെന്ന് 32-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. പെട്ടെന്ന് യാക്കോബ് തന്റെ വഴിക്ക് പോയി. ദൈവത്തിന്റെ ദൂതന്മാർ അവന്റെ എതിരെ വന്നു. യാക്കോബ് അവരെ കണ്ടപ്പോൾ ഇത് ദൈവത്തിന്റെ സേന എന്ന് പറഞ്ഞു. ആ സ്ഥലത്തിന് മഹനീയം എന്ന് പേരിട്ടു. ഇപ്പൊ തനിക്ക് ആത്മീയം കൂടി. കാരണം ആരെ കണ്ടു? പ്രതിസന്ധിയുടെ നടുവിലും ഭാരങ്ങളുടെ നടുവിലും 20 വർഷം കഷ്ടപ്പെട്ടതിന് മുമ്പിൽ ഒരു വാസം എടുക്കാനോ ഒന്ന് പ്രാർത്ഥിക്കാനോ കഴിഞ്ഞില്ല. എങ്ങനെയും സമ്പാദിക്കണം എന്നുള്ള ഓട്ടമായിരുന്നു. പക്ഷെ നേടിയോ? ചിലതൊക്കെ നേടി, പക്ഷെ അതൊന്നും മുന്നിൽ കാഴ്ചവെക്കാൻ പറ്റുന്നില്ല. ഒടുവിൽ എന്ത് സംഭവിച്ചു? ദൈവത്തിന്റെ സേനയെ കണ്ടപ്പോ അവന് മനസ്സിലായി, ദൈവം എനിക്ക് അനുകൂലമാണ്. ദൈവം എനിക്ക് അനുകൂലം. അമ്മി പറഞ്ഞാട്ട്, ദൈവം എനിക്ക് അനുകൂലമെങ്കിൽ പ്രതികൂലമാരാ? അനുകൂലമായ ഒരു ദൈവം നമുക്കുണ്ട്. സേനയെ കണ്ടപ്പോ, സൈന്യത്തെ കണ്ടപ്പോ, ദൂതന്മാരെ കണ്ടപ്പോൾ അവൻ സന്തോഷിച്ചു. ഇനിയും വിടുതൽ നടക്കാൻ പോവുകയാണ്. എന്തുകൊണ്ട്? ദൈവം എന്റെ വിഷയം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇന്നലകളിൽ അനുഭവിച്ച വിഷമങ്ങൾക്കും ഇന്നലെ അനുഭവിച്ച ഭാരങ്ങൾക്കും ഒരു മറുപടി ദൈവം തരാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, നിങ്ങളുടെ ആരോഗ്യം ചിലര് ചൂഷണം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സമയം ചിലര് ചൂഷണം ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ സമ്പത്ത് ചിലര് ചൂഷണം ചെയ്യുന്നുണ്ട്. തിരിച്ചറിഞ്ഞ് ജയിക്കാൻ ദൈവം ഇന്ന് മകൻ ബുദ്ധി ഉപദേശിക്കുക. അടുത്ത വാക്യം വായിച്ചു. അടുത്ത വാക്യം. എല്ലാ പ്രശ്നവും തീർന്നു. ദൈവത്തെയും കണ്ടു, ദൂതന്മാരെയും കണ്ടു. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമീൻ എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോ ഒരു പുതിയ വാർത്ത എന്താണെന്ന് അറിയാമോ? ഞാൻ പറഞ്ഞല്ലോ, ഈ മനുഷ്യൻ ക്രൂക്കറ്റ് മൈൻഡിലൂടെയാണ് കാര്യങ്ങൾ നടക്കുന്നത്. ഇപ്പോഴും തീർന്നിട്ടില്ല. കുരുട്ടുബുദ്ധി. പുറകോട്ട് തിരിഞ്ഞു നോക്കി. തന്റെ സുന്ദരിയായ റാഹേൽ അടുത്ത് നിൽപ്പുണ്ട്. കണ്ണിന് ശോഭ പറഞ്ഞ ലേയ പുറകെ നിൽപ്പുണ്ട്. ഈ മക്കളെല്ലാം പുറകെ നിൽക്കുക. ദാസിദാസന്മാർ, ഒട്ടകങ്ങൾ. ശത്രു സൈന്യം മുന്നിലൂടെ വന്നാൽ രക്ഷപ്പെടണം. 2, ഇന്നത്തെ പോലെ മൊബൈൽ സൗകര്യങ്ങളോ പോസ്റ്റ് ചെയ്യുന്ന തപാൽ സന്ദേശങ്ങളോ ഒന്നുമില്ല. ഓട്ടാളന്മാരുണ്ടാക്കാലത്ത്. ഓട്ടാളന്മാരെന്ന് പറഞ്ഞ പോസ്റ്റ്മാന്മാര്, കത്തുകൾ കൈമാറുന്ന ആളുകളാണ്. ഏശാവ് ഉണ്ടോ ഇല്ലയോ എന്ന് പോലും ആർക്കറിയത്തില്ല. എന്തായാലും വേണ്ടുകയില്ല. ഉണ്ടോ ഇല്ലെന്ന് അറിയത്തില്ലെങ്കിലും ഒരു ക്രമീകരണം ചെയ്യാം. ഇഷ്ടമുള്ള ഭാര്യയെ പുറകിൽ അങ്ങ് കൊണ്ട് നിർത്തി, ഇഷ്ടമില്ലാത്ത ഭാര്യ എവിടെ കൊണ്ട് നിർത്തി?
മുന്നിൽ നിർത്തി. എന്നിട്ട് കുറച്ച് മൃഗങ്ങളും ആടും അതും നമ്മുടെ ഭാഷ പറഞ്ഞ ചില സമ്മാനമൊക്കെ അവരുടെ മുന്നിൽ കൊടുത്തു. എന്നിട്ട് ഒരു ഗ്രൂപ്പിനെ മുന്നിൽ വിട്ടു. നേരത്തെ ചെന്നിട്ട് യേശാവിനെ വല്ലതും ഉണ്ടെങ്കിൽ പറയണം, ഇത് അടിയന് ദാസൻ യജമാനൻ തന്നുവിട്ട നന്മയാണ്, എടുത്തോളം പറയണം. അങ്ങനെ ഒന്നാം സമ്മാനം, രണ്ടാം സമ്മാനം പുറകെ വരുന്നുണ്ട്. ഇങ്ങനെ ഒരു 3-4 ഗ്രൂപ്പ് തിരിച്ചിട്ട് ഈ ബുദ്ധിയൊക്കെ എങ്ങനെ ഇവന് കിട്ടിയോ? ഇപ്പോഴും മാറിയിട്ടില്ല, ഇത് മാറ്റിയെടുക്കുന്നില്ല. ഇപ്പോഴും 3-4 ഗ്രൂപ്പ് ആക്കിയിട്ട് മുന്നോട്ട് പെതുക്കെ പെതുക്കെ പോവുക. അപ്പോ ഒരു വാർത്ത വന്നു, ഒരു കത്ത് കിട്ടി തന്റെ കയ്യിൽ. ആ കത്തിങ്ങനാണ്, 400 ആളുകളുമായിട്ട് മരിച്ചുപോയി അവസാനിച്ചുപോയി എന്ന് കരുതിയ ജ്യേഷ്ഠൻ വരും. 400 പേരും കൂടെ വന്ന മാലയിട്ട് സ്വീകരിക്കത്തക്കവണ്ണമുള്ള ഒരു ബന്ധത്തിലല്ല ഞങ്ങൾ വിരിഞ്ഞത്. മനസ്സിലായില്ല? ചിലർക്ക് പിടി കിട്ടി. 400 പേരുമായി വന്ന് മാലയിട്ട് എന്നെ സ്വീകരിക്കാൻ പറ്റിയ ബന്ധമല്ല ഇപ്പൊ ഞങ്ങൾക്ക്. അപ്പൊ എന്തിനാ വരുന്നത്? ഉടക്കാനാ വരുന്നത്. നമ്മുടെ പച്ച മലയാളം പറയാം, എന്തിനാ വരുന്നത്? ഉടക്കാനാ വരുന്നത്. ആ ഉടക്കിന്റെ വീര്യം കുറയ്ക്കാൻ ആദ്യത്തെ സമ്മാനം എത്തി. യേശാവും യാക്കോബും തമ്മിൽ കാണുന്നതിന് മുമ്പ് കൊടുത്തുവിട്ട സമ്മാനങ്ങൾ കണ്ടു. സമ്മാനം മനസ്സിനെ കുരുടാക്കുമെന്ന് സദൃശവാക്യത്തിലുണ്ട്. സമ്മാനം എന്തുകയും എത്ര ചൂടായി നിൽക്കുന്നവനും സമ്മാനം കൊടുത്തു വിട്ടത് അവൻ തണുത്ത് കളി. ആദ്യത്തെ സമ്മാനം കിട്ടി, രണ്ടാമത്തെ കിട്ടി. അടുത്തത് ഭാര്യമാരെയും മൃഗസമ്പത്തിനെ എല്ലാം അക്കരെ കയറ്റി. എന്നിട്ട് യാക്കോബ് യാബോക്കിന്റെ തീരത്ത് ഒറ്റയ്ക്കിരിക്കുക. രാത്രിയിൽ എഴുന്നേറ്റ്, കണ്ടോ? രാത്രി യാക്കോബ് രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? കുറച്ചു പേരുണ്ട്. രാത്രിയിൽ എഴുന്നേറ്റ് പ്രാർത്ഥിക്കണം. രാത്രിയിൽ വലിയ വിടുതൽ നടക്കും. ശ്രദ്ധിച്ചിങ്ങോട്ട്, ശിംശോൻ അർദ്ധരാത്രി വരെ കിടന്നുറങ്ങിയിട്ട് രാത്രിയിൽ ശിംശോൻ എഴുന്നേറ്റു. പട്ടണത്തിന്റെ ഇരുമ്പ് വാതിൽ ഓടാമ്പലോട് പറിച്ചെടുത്ത് എബ്രോനെതിരെയുള്ള മലയിൽ കൊണ്ടുവച്ചു. എനിക്ക് മുന്നോട്ട് പോകണം. അതേതെല്ലാം രീതിയിൽ ആരെല്ലാം തടയാൻ നോക്കിയാലും ആ തടസ്സത്തെ ഞാൻ പറിച്ചു മാറ്റും. ദൈവത്തിന് സ്തോത്രം. നിങ്ങളുടെ ആത്മീയത്തിന് തടസ്സം ചെയ്യുന്ന ഡോറുകൾ ആരെങ്കിലും മുന്നിൽ കൊണ്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഭയതിനെ ഉടച്ചു മുന്നോട്ട് പോകും. ആ തടസ്സത്തെ, ആ ഓടാമ്പലിനെ ഭരിച്ചു കളയണം. രണ്ടാമത്തെ സന്ദേശം, അർദ്ധരാത്രി വരെ പൗലോസും ശീലാസും കിടന്നുറങ്ങി. അർദ്ധരാത്രി എഴുന്നേറ്റു. ബന്ധനമഴിയുന്നത് അർദ്ധരാത്രിയിലാണ്. 119 സങ്കീർത്തനത്തിൽ വായിക്കുന്നു, നിന്റെ നീതിയുള്ള വിധികൾ ഹേതുവായി അർദ്ധരാത്രിയിൽ നിനക്ക് സ്തോത്രം ചെയ്യേണ്ടതിന് ഞാൻ എഴുന്നേൽക്കും. രാത്രിയിൽ എഴുന്നേറ്റ യാക്കോബേ സകലരും നിശബ്ദമായി കിടക്കുകയാണ്. മനുഷ്യനും മൃഗങ്ങളും സസ്യാദികളും എല്ലാം നിശബ്ദമായി കിടക്കുമ്പോൾ നീയും ദൈവം തമ്മിൽ ഒരു മൽപ്പിടുത്തത്തിന് നീ എഴുന്നേറ്റത് തന്നെ നിന്റെ ദൈവം അനുഗ്രഹിക്കുന്ന കാരണമാണ്. ഞാൻ വഴക്ക് പറയല്ല കേട്ടോ, കുറ്റം പറയല്ല. ചില ആളുകൾ രാത്രി കിടന്നു കഴിഞ്ഞ് നേരെ വെളുത്ത് അവർ എഴുന്നേക്കത്തുള്ളൂ. എന്നാൽ നേരെ ഇന്നലെ മഴ പെയ്തായിരുന്നല്ലേ, പിന്നെ എന്തോ ഉറങ്ങുമായിരുന്നു. ഇന്നലെ ഇടി വെട്ടിയെന്ന് ആരോട് പറഞ്ഞു. ആ ഇടിയും വെട്ടി, ഇടിയുണ്ടായിരുന്നു, പക്ഷെ നമ്മളോ അറിഞ്ഞില്ല. ആരെങ്കിലും കട്ടിലോട് പൊക്കിക്കൊണ്ട് പോയാൽ എത്തിയത്തില്ല, അറിയത്തില്ല. നല്ല ഉറക്കം ഉള്ളവർക്കായി ഞാൻ സ്വപ്നം ചെയ്യുക. ചില ആളുകൾ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും കിടക്കും, വെളുപ്പിനെ ഉറങ്ങത്തുള്ളൂ. അത് നല്ലതാണ്, പ്രാർത്ഥിക്കാൻ നല്ല അവസരമാണ്. ഈ ലൈവിലൂടെ ആരെങ്കിലും ഉറങ്ങാൻ കഴിയാതെ ഭാരപ്പെടുന്നെങ്കിൽ, ഈ കോവിഡിന് ശേഷം പലർക്കും ഉറക്കം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ മണിക്കൂറുകൾ പ്രാർത്ഥനയാക്കി മാറ്റിക്കോണം. രാത്രിയിൽ എഴുന്നേറ്റു. 1, രാത്രി എഴുന്നേറ്റു. 2, തനിക്കുള്ളതൊക്കെയും അക്കരെ കടത്തി. ശ്രദ്ധിച്ച്, അനുഗ്രഹത്തിന് നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ 2025 പ്രവേശിക്കാൻ ചില ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു പുതിയ വിടുതലും പുതിയ അനുഗ്രഹങ്ങളും നന്മകളും ഉയർച്ചകളും ലഭിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നെങ്കിൽ ജീവിതത്തിൽ വിടേണ്ടതിനെല്ലാം വിട്ട് അക്കരെ കടത്തേണ്ടതിനെ അക്കരെ കടത്തിയിട്ട് നീയും ദൈവം തമ്മിലായിക്കോണം. മനസ്സിലായില്ല? ഈ ഞായറാഴ്ചത്തെ ദൂതും നീയും ദൈവം തമ്മിലായിരിക്കണം. 3, തനിയെ ശേഷിച്ചു. മൂന്നാമത്തെ സന്ദേശം, തനി ഒറ്റയ്ക്ക് നിന്നെ കിട്ടാൻ ദൈവം നോക്കിയിരിക്കുക. എപ്പോ നോക്കിയാലും ജോലി തിരക്ക്, എപ്പോ നോക്കിയാലും റാഹലിന്റെ കൂടെ, എപ്പോ നോക്കിയാലും ലേയുടെ കൂടെ, എപ്പോ നോക്കിയാലും ആടുമാടുകളുടെ കൂടെ നിന്നെ ഒറ്റയ്ക്ക് കിട്ടാൻ ഞാൻ കാത്തിരിക്കുക. ലോത്ത് വിട്ടു
വിട്ടുപിരിഞ്ഞപ്പോൾ ദൈവം അബ്രഹാമിന്റെ മുമ്പിൽ ഇറങ്ങി വരികയാണ്. ഇന്ന് പകൽ ചിലത് മാറിക്കഴിയുമ്പോൾ ദൈവം നീയും തമ്മിൽ ഇടപെടാൻ പോകുക. ദൈവം നീയും തമ്മിൽ സംസാരിക്കാൻ പോകുക. നിനക്കുള്ള വിടുതലാക്കി ദൈവം മാറ്റാൻ പോകുക. മാറ്റേണ്ടതിന് മാറ്റാൻ തയ്യാറാകണം. വിടേണ്ടതിന് വിടാൻ തയ്യാറാകണം. കളയേണ്ടതിന് കളയാൻ തയ്യാറാകണം. മുറിക്കേണ്ടതിന് മുറിക്കാൻ തയ്യാറാകണം. എങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കാൻ പോവുകയാണ്. തനിയെ ശേഷിച്ചു. നാലാമത്തെ വിഷയം, ദൂതനുമായിട്ട് മല്ലുപിടിക്കുക. ഞാൻ അടുത്ത ആഴ്ച ആ ഭാഗത്തേക്ക് പ്രവേശിക്കുക. കാരണം അതൊരു വലിയ വിഷയമാണ്. ഇതൊന്നും പറഞ്ഞാൽ തീരത്തില്ല. ഇത്രയും സന്ദേശങ്ങൾ ഓർത്താൽ മതി. എന്താണ്? രാത്രിയിൽ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ ദൈവം നിന്റെ കൂടെ ഒപ്പം എഴുന്നേൽക്കും. നിനക്കുള്ളതൊക്കെ ഈ അക്കരെ കടത്താൻ മനസ്സ് വെച്ചാൽ നിനക്ക് വേണ്ടാത്ത, ദൈവത്തിന് ഇഷ്ടമില്ലാത്തൊക്കെ അക്കരെ കടത്തണം. 3, നീ തനിയെ ദൈവസ്ഥനിൽ ഇരിക്കണം. ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം. സമയം കണ്ടെത്തി പ്രാർത്ഥിക്കണം. ബലം കൊണ്ടും ശക്തി കൊണ്ടൊന്നും അല്ല കാര്യങ്ങൾ നടക്കുന്നത്. അതുകൊണ്ട് നീ തനിയെ വരണം. 3, 4 മൽപ്പിടുത്തത്തിന്, ദൈവമായ മൽപ്പിടുത്തത്തിന് വിടുതൽ വേണ്ടി നാം ഒരുങ്ങാം. അടുത്ത ആഴ്ച കർത്താവ് അനുവദിച്ചാൽ ബാക്കി ഭാഗങ്ങളെടുക്കാം. ഒരു നിമിഷം കണ്ണടയ്ക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടച്ചാട്ട് ഇന്ന് പകൽ കേൾപ്പിക്കപ്പെട്ട ദൂതിന്റെ മുമ്പിൽ നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നിന്നെ ചൂഷണം ചെയ്യുന്നവരുണ്ട്, നിന്റെ ആരോഗ്യത്തെ ചൂഷണം ചെയ്യുന്നവരുണ്ട്, നിന്റെ ബലത്തെ ചൂഷണം ചെയ്യുന്നവരുണ്ട്. അവരുടെ മുമ്പിൽ നീ നിന്നു കൊടുക്കരുത്. പുറപ്പെട്ടു പോകാൻ കർത്താവ് പറയുകയാണ്. അക്കരെ കിടത്തേണ്ടത് എല്ലാം അക്കരെ കിടത്തണം. ദൈവമേ, ഈ ജനത്തെ ഞാൻ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഞങ്ങൾ മുന്നോട്ട് പോകുന്നവരാണ്. ഞങ്ങളുടെ മുന്നോട്ടുള്ള തടസ്സത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ചാടിക്കടക്കത്തക്കവണ്ണം ഉയരത്തിലെ കൃപ കൊണ്ട് ഞങ്ങളുടെ മേൽ നിറയ്ക്കണമേ. പരിജ്ഞാനം കൊണ്ട് നിറയ്ക്കണമേ. ദൈവാത്മാവിൽ ഞങ്ങൾ നടത്തണമേ. ഈ ജനത്തെ ഞാൻ പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ. 2 കരങ്ങൾ പഠിച്ചൊന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. ഓരോ ദിവസം